ദഖിയാനോസ് രാജാവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 7 ചെറുപ്പക്കാർ പിന്നീട് സാഹചര്യം മാറി വന്ന പരിശുദ്ധ ഇസ്ലാമിന് പൂർണ്ണമായ നാട് കീഴ്പ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 7 ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിച്ച സംഭവം. അന്ന് ആ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് അവരുടെ കാലഘട്ടത്തിൽ ഇവർ 7 പേര് മരിച്ചു പോവുകയാണ്. ആ 7 പേരുടെയും സ്മരണ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ എന്ത് സംവിധാനം ചെയ്യണം എന്നതിനെ കുറിച്ച് ആ രാജ്യത്ത് നടന്ന ചർച്ച അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നു. ഖുർആനാണല്ലോ നമ്മുടെ ഭരണഘടന. സൂറത്തുൽ കഹ്ഫിൽ പോയിട്ട് നല്ല പരിഭാഷ മഹാനായ കെ.വി. ഉസ്താദിന്റെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നല്ല പരിഭാഷകൾ ലഭിക്കാൻ വായിച്ചു പഠിക്കണം. അവിടെ ഇവരുടെ സ്മരണ നിലനിർത്താൻ എന്തു ചെയ്യണം അവർ ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. എവിടെ? ഒരു മഹല്ലിലല്ല, രാജ്യത്തിന്റെ പാർലമെന്റിലാണ് ആ ചർച്ച നടക്കുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അവർക്കിടയിൽ 2 അഭിപ്രായം ഉയർന്നു വന്നു. അവരുടെ ഖബറിന്റെ മുകളിൽ ഒരു കെട്ടിടം പണിയാമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു, ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടു. എന്നാൽ മറ്റൊരു വിഭാഗം പറഞ്ഞത് അവരുടെ ഖബറുകൾ കരികിലായി ഇതിനോട് ചേർന്ന് നമുക്കൊരു പള്ളി നിർമ്മിക്കാമെന്ന്. വിശുദ്ധ ഖുർആൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2 വിഭാഗവും തമ്മിൽ വോട്ടിട്ടപ്പോൾ വിജയിച്ചതാണ്. പാർലമെന്റിൽ നടന്ന ചർച്ച ഖുർആൻ പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആരുടെ വിഷയത്തിലാണ്? ഔലിയാക്കളുടെ വിഷയത്തിൽ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ സ്മരണ ഖിയാമത്ത് നാൾ വരെ ഇവരുടെ സ്മരണ നിലനിർത്തുക എന്നത് അല്ലാഹുവിന്റെ താൽപര്യമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ നോക്കുക, നിങ്ങൾ ഖുർആനിലെ ചില അധ്യായങ്ങളുടെ പേര് പോലും അല്ലാഹു ഇട്ടതാ. ഏത് പേരാ? പ്രവാചകന്മാരുടെ പേരുകളാണ്. സൂറത്തുൽ യൂനുസ് അലൈഹിസ്സലാം ഒരു പ്രവാചകന്റെ പേരാണ്. ഒരു അധ്യായത്തിന് അല്ലാഹു ഇട്ട പേര്, ഒരു പ്രവാചകന്റെ പേര്. സൂറത്ത് ഇബ്രാഹിം ഒക്കെ പറയും അലൈഹിസ്സലാം ഒരു പ്രവാചകന്റെ പേരാണ്. പ്രവാചകന്റെ പേര് 1,24,000 വരുന്ന പ്രവാചകന്മാരിൽ പെട്ടവരല്ലാത്തവരുടെ പേര് വിശുദ്ധ ഖുർആൻ അധ്യായത്തിന് നൽകിയിട്ടുണ്ട്. സൂറത്ത് മറിയം ബീവി പ്രവാചകയല്ല. സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും പ്രവാചകനായിട്ടില്ല. പെണ്ണിന് അധികാരം പറ്റുമോ പറ്റില്ലേ എന്നതിന് തന്നെ മതി. ഒരാൾ പോലും, ഒരു സ്ത്രീ പോലും പ്രവാചകനായി വന്നിട്ടില്ല. സൂറത്തു മറിയം അലൈഹിസ്സലാമിന്റെ നാമധേയത്തിൽ ഒരു അധ്യായമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. സ്വാത്വികയായ ഒരു പെണ്ണായിരുന്നു. മറിയം ബീവി ഖിയാമത്ത് നാൾ വരെ ചരിത്രത്തിൽ മറക്കപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ താൽപര്യം. അതുകൊണ്ടാണ് സൂറത്തു മറിയം. സൂറത്തുൽ ലുഖ്മാൻ, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും പ്രബലമായ അഭിപ്രായം ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്നാണ്, വലിയാണ് എന്നാണ്. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനാണോ വലിയാണോ? 2 അഭിപ്രായമുണ്ട്. പ്രബലാഭിപ്രായം ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല, വലിയാണെന്ന്. ഒരു വലിയന്റെ നാമമാണ് ഒരു സൂറത്തിനുള്ള. എല്ലാം ചിന്തിക്കണേ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ താൽപര്യം എങ്ങനെയാണോ ആ താൽപര്യം പോലെ ഈ മഖാമ നമ്മൾ സംരക്ഷിക്കുകയും പടച്ച റബ്ബിന് ഇഷ്ടമുള്ളത് മാത്രം നമ്മൾ ചെയ്യുകയും അല്ലാഹുവിന്റെ മഹാരഥന്മാരായ പടച്ച റബ്ബിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച ആളുകൾക്ക് നമ്മളും സ്നേഹം നൽകുകയും ചെയ്യണം. എന്നാണ് വിശുദ്ധ ദീനിന്റെ അടിത്തറ. അല്ലാഹു ആ രീതിയിൽ ഇത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോഴേക്ക് മഹാനായ ചെറുശ്ശേരി ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ സദസ്സിൽ എത്തിച്ചേരും. മഹാനവർകൾ ദിക്ർ ദുആക്ക് നേതൃത്വം നൽകും. ഉസ്താദ് നമ്മുടെ നാടിന്റെ പരിസരത്തുണ്ട്. ഉസ്താദിന്റെ കൂടെ ഹജ്ജിന് പോയി വന്നിരുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിലുണ്ട്. ഭക്ഷണം അവിടുന്ന് കഴിച്ചു നേരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചു. പിന്നെ ഈ അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് നമ്മൾ കളവ് പറഞ്ഞാൽ നമ്മൾ അള്ളാന്റെ അടുത്ത് ഉത്തരം പറയണ്ടേ? ആരാണെങ്കിലും ഇത്രയും ഫസാദൊക്കെ നമ്മളാണെങ്കിലും ഞാനാണെങ്കിലും എന്റെ ഒരു വാക്ക് കൊണ്ടോ ഒരു അക്ഷരം കൊണ്ടോ സമൂഹത്തിൽ എന്ത് നന്മയുണ്ടാക്കാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ഞാൻ എന്റെ കാര്യം പറയും. എപ്പോഴും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട, എന്റെ ഒരു വാക്ക് കൊണ്ടോ എന്റെ ഒരു അക്ഷരം കൊണ്ടോ എന്റെ ഒരു നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ദീനിന് കേടുവരരുത് എന്ന്
നമ്മൾ ഓരോരുത്തരും നിയ്യത്ത് ചെയ്യണം. അല്ലാഹു നല്ല ഹൃദയം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു മഹാനെയാണ് ഈ സദസ്സിന്റെ സമാപനത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഞാൻ വെറുതെ ആണ് പറയുമെന്നല്ല, ഉസ്താദിന്റെ കൂടെ 2 യാത്ര ചെയ്തു. 2 യാത്ര, ഒരു യാത്ര ദീർഘമായ യാത്രയായിരുന്നു, 40 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. ഒരു യാത്ര 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായി. ഒന്ന് ഹജ്ജ് യാത്രയായി. ഏത് യാത്രയാണെങ്കിലും യാത്ര ചെയ്താൽ ആളുടെ സ്വഭാവം മനസ്സിലാവും. ഹജ്ജ് യാത്രയാകുമ്പോൾ വളരെ കൃത്യമായ രീതിയിൽ തിരിച്ചറിയും. ഞാൻ മനസ്സിലാക്കുകയാണ്, 5-8 വർഷം ഓതിപ്പഠിച്ച ആ സമയത്ത് മനസ്സിലാക്കാത്ത ചില സംഗതികളാണ് മഹാനായ ഉസ്താദുകളുടെ കൂടെയുള്ള യാത്രയിൽ എനിക്ക് ബോധ്യപ്പെടുത്തി. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഹാരഥന്മാരിൽ ഒരു മഹാനാണ് മഹാനായ ഉസ്താദുകൾ എന്ന് പറയേണ്ടതില്ലാത്ത വിധം ഒരുപാട് കാര്യം. ഇന്ന് ഉസ്താദ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ തന്നെ ഏറ്റവും മൂത്ത കുട്ടിക്ക് മക്കളുണ്ടായിരുന്നു. മഹാനായ ഉസ്താദുകൾ അവിടെ വെച്ച് ഞാൻ ഓർക്കുന്നു, സംസം വെള്ളം മന്ത്രിച്ചു കൊടുത്തു. ചില ആൾക്കാർ സംസമിൽ എന്തിനാ മന്ത്രിക്കണം? ഖുർആൻ മോശം ഇല്ല, സംസം തന്നെ നല്ലതാണ്. അതിൽ പിന്നെ പരിശുദ്ധ ഖുർആൻ കൂടെ ചേരുമ്പോൾ നല്ലതിന് മേൽ നല്ലത് ചേർന്നതാണ്. അത് മന്ത്രിച്ചു കൊടുത്തു. ആ കുടുംബത്തിലെ മൂത്ത കുട്ടി ഇന്ന് 2 കുട്ടികൾക്ക് ജന്മം നൽകി. ഒരു വയസ്സ് പൂർത്തിയാവുകയാണ് കുട്ടികൾ. മഹാനായ ഉസ്താദുകൾ ഇവിടെ വേണ്ടി ദുആ ചെയ്തു. ആ കുടുംബം ഇപ്പോഴും പറയും, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമുള്ള യാത്രയായിരുന്നു ആ വർഷം. മറ്റൊരു യാത്ര കഴിഞ്ഞ വർഷം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയായി.